പിന്നെ മിസ്റ്റർ മുകുന്ദൻ, ഞാൻ നിങ്ങൾക്കൊരു ചെറിയ സർപ്രൈസ് തരാൻ പോവുകയാണ്. പ്ലീസ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ റോഷ്ന ആൻഡ് റോയ്. എന്റെ അമ്മോ, അങ്ങനെ മുതലേ ഒന്ന് കാണാനും പറ്റി. പിന്നെ പ്രേമിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് പറഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഫിലിം ഇൻഡസ്ട്രിയിലുണ്ട്. എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് എക്സ്പീരിയൻസ് ഇഷ്ടം പോലെ ഒരുപാടുണ്ടായിട്ടുണ്ട്. ഇവിടുത്തെ പല കാര്യങ്ങളും ഉണ്ടല്ലോ, പറയാതെ തന്നെ അറിയാമല്ലോ. ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പൊ ഒരു മൂവി ചെയ്യണമെങ്കിൽ നമ്മളോട് പല കാര്യങ്ങളും ചോദിക്കും. ഒരുപാടെന്ന് വെച്ചാൽ നെഗറ്റീവ് എന്ന് വെച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന നെഗറ്റീവ് എന്തെന്നാ? അയ്യോ, ഈ കൊച്ചിനെല്ലാം അറിയാം. എണ്ണം ഇല്ലാത്ത ഒരു കണക്ക് അതുകൊണ്ട് പറയാനില്ല. ഇല്ല, ഞാൻ 4ാം ക്ലാസ് മുതൽ പ്രേമിക്കുന്നുണ്ടെന്നാ. അങ്ങനെയാണ് സംഗതിയുടെ കിടപ്പ്. ഫോട്ടോ ഇട്ടപ്പം എനിക്കങ്ങ് നിറച്ച ആൾക്കാർ എനിക്ക് ഇങ്ങനെ ഫോളോ ചെയ്തു, എന്നെ ഒത്തിരി പേര് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. അപ്പൊ എനിക്ക് തോന്നി കൊള്ളാലോ. പറഞ്ഞ വിശ്വസിക്കോ? ഇല്ല, വിശ്വസിക്കില്ലേ? എന്റെ മതി നിന്റെ ചായ കുടി. അഹങ്കാരി എന്താ നീയൊക്കെ? നിന്നൊക്കെ എനിക്ക് ഇപ്പൊ ഉള്ള ക്രഷ് ടൊവിനോയാണെന്ന് പറഞ്ഞു. അപ്പൊ ടൊവിനോടെ കൂടെ ഒരു ദിവസം മുഴുവൻ സ്പെൻഡ് ചെയ്യാൻ കിട്ടിയാൽ എന്ത് ചെയ്യും? നിക്ക് ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. പുള്ളിക്ക് ഇഷ്ടമുള്ള എനിക്കറിയില്ല. മാധ്യമേ, നമ്മളെ മോള് വിചാരിച്ച പോലൊന്നല്ലോ. നമ്മുടെ മോളോ? അല്ല, നിങ്ങളെ മോള് തന്നെ. അവള് ഞാൻ വിചാരിച്ച പോലൊന്നല്ല. തമിഴാണെങ്കിൽ വിജയ് സേതുപതി ആസ് യൂഷ്വൽ. ഞാൻ അതന്നെ പറയത്തുള്ളൂ. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ആർക്കെങ്കിലും വീണാവാണെങ്കിലും ക്ഷമിച്ചേക്കണേ. അപ്പൊ വിജയ് സേതുപതിയുടെ കൂടെ ഒരു ദിവസം ഫുൾ സ്പെൻഡ് ചെയ്യാൻ കിട്ടിയാൽ എന്ത് ചെയ്യും? എന്തെല്ലാം ചെയ്യാമോ അതൊക്കെ ചെയ്യും. മതിയോ? ഇത് കിട്ടിയ പോരെ? എന്തെല്ലാം ചെയ്യാൻ പറ്റും അത്രയും വലിച്ചു. എന്തെങ്കിലും ഒന്ന് ചെയ്യാനായിട്ട് എന്റെ കൈ ഇങ്ങനെ തരിക്ക. എനിക്ക് മാത്രം ഒന്നും നടക്കണല്ലോ സാർ, എല്ലാവർക്കും കിട്ടണ്ട്. വലിയ ബുദ്ധിമുട്ടാ അല്ലയോടാ. പോൺ മൂവീസിനെ കുറിച്ചൊക്കെ എന്താണ് അഭിപ്രായം? പോൺ മൂവീസ് എങ്കിലും ഇവിടെ ഉള്ളത് കൊണ്ട് കുറെ ഒന്നും പീഡിപ്പിക്കപ്പെടുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ പറയരുത്, എല്ലാവരും അങ്ങനെ കാണരുത്. എല്ലാവരും അത്രക്കാരല്ല. ഈ സർപ്പത്തിൽ തന്നെയല്ലേ വിഷമുള്ളതും വിഷമില്ലാത്തതൊക്കെ. ഇവരെ സെക്സ് വർക്കേഴ്സ് ഉള്ളത് കൊണ്ടാണ് ഒരു പരിധി വരെ അതൊക്കെ ഒന്ന് സേഫ് ആയിട്ട് നിൽക്കുന്നത്. സെക്സ് വർക്കേഴ്സ് വേണമെന്നാണ് ഞാൻ പറയാ. പോൺ മൂവീസ് ആയിക്കോട്ടെ, അതുള്ളത് കൊണ്ട് കുറെയൊക്കെ നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടാവുമായിരിക്കുമല്ലോ. പെങ്ങളൂട്ടി പൊക്കോ, യുവമാരൊന്നും ശരിയല്ല, പൊക്കോ.